പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന യേശോയെ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്തിനും വചനത്തിന്റെ അഭിഷേകത്തിനുമായി ഞങ്ങളെ അങ്ങേക്ക് വിട്ടുതരുന്നു. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം പകർത്തി എഴുതുന്നതോടൊപ്പം ഈശോയെ, വചനത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അമ്മേ മാതാവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്റെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മള് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. വഴി തെറ്റിക്കുന്നവരെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും വ്യക്തിപരമായ പീഡനങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പുമാണ് ഇവിടെ കാണുന്നത്. യുഗാന്ത്യത്തെ സംബന്ധിച്ച ശിഷ്യന്മാരുടെ രണ്ടാമത്തെ ചോദ്യത്തിന് യേശു ആദ്യം ഉത്തരം നൽകുന്നു. യുഗാന്ത്യമായി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് യേശുവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യുഗാന്ത്യമാണ് ഈ പ്രസംഗത്തിന്റെ കേന്ദ്ര ആശയം. പ്രത്യേകിച്ച് 13:5-6 അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ഈ പ്രബോധനം ആരംഭിക്കുക തന്നെ ഈശോ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. സൂക്ഷിക്കുവിൻ, ജാഗരൂകരായിരിക്കും എന്നൊക്കെ. അതിന്റെ ഒരു ഗ്രീക്ക് പദമാണ് ബ്ലേപേറ്റ എന്നുള്ള ഒരു വാക്ക്. അപ്പൊ അത് നമ്മൾ വെറുതെ ജാഗരൂകരായിരിക്കുന്നതല്ല, വിവേകം ഉപയോഗിച്ചിട്ടുള്ള ഒരു ജാഗരൂകത നമുക്കിവിടെ ആവശ്യമാണ്. ഈ അധ്യായത്തിലെ 3 സ്ഥലങ്ങളിൽ കൂടി യേശു ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 9, 23, 33. ഇതും വളരെ പ്രാധാന്യമാണ്. അതായത് അത്രമാത്രം നമ്മള് ജാഗരൂകത പാലിക്കണം, അല്ലെങ്കിൽ പലരും നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് സാധ്യതയുണ്ട്. മിശിഹ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും വരും. ഞാനാണെന്ന് പറയുന്നവർ മിശിഹാത്വം മാത്രമല്ല, ദൈവത്വം മാത്രം അവകാശപ്പെടുന്നവരാണ്. അപ്പോ പലരും മിശിഹ എന്ന് പറഞ്ഞു വരും, അവര് ദൈവത്വം പോലെ അവർ അവകാശപ്പെടും. അപ്പൊ വിവേകമില്ലാത്തവരും ജാഗരൂകത ഇല്ലാത്തവരും ചിലപ്പോഴും അവരുടെ പുറകെ പോകാനും സാധ്യതയുണ്ട്. വ്യക്തിപരമായ പീഡനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഈ ഭാഗത്ത് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന വാക്ക് 3 തവണ മർക്കോസ് ഉപയോഗിക്കുന്നു. 9, 11, 12. പീഡനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിന്റെ പീഡാസഹനവുമായുള്ള ബന്ധത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. 13:9 നാം കാണുന്നു, യേശുവിന്റെ ശിഷ്യർക്ക് വിജാതീയരിൽ നിന്നും യഹൂദരിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാകും. വിജാതീയരിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തം ജനമായ സഹോദരരായ യഹൂദരങ്ങളിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാകും. വിവിധ ന്യായാധിപ സംഘങ്ങൾക്ക് മുന്നില് ഇവരെ കൊണ്ടുപോകും. അപ്പൊ യേശുവിനോട് പറയാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. വിവിധ ന്യായാധിപ സംഘങ്ങൾക്ക് മുന്നില് വിചാരണ ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് അതിനെ മാറ്റാനായിട്ട് പറയാണ്. യുഗാന്ത്യത്തിന് മുൻപ് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നത് ദൈവിക പദ്ധതിയിലെ ഒരു ആവശ്യ ഘടകമാണ്. അപ്പൊ നമ്മളുടെ മിഷൻ പ്രവർത്തനത്തിന്റെ പ്രസക്തി എവിടെയാണ് ഇരിക്കുന്നത്? 13:10 നമ്മൾ കാണുന്നു, യുഗാന്ത്യത്തിന് മുൻപ് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിനാല് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ആർക്കും അതിനെ തടസ്സപ്പെടുത്താനൊന്നും സാധിക്കുകയില്ല. സുവിശേഷം സ്വീകരിക്കാനുള്ള അവസരം യുഗാന്ത്യത്തിന് മുൻപ് എല്ലാവർക്കും ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവം ചില വ്യക്തികൾ അതിനായി നിയോഗിക്കും. അപ്പോ ദൈവം നിയോഗിക്കുമ്പോൾ തടസ്സം പറയാതിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ശിഷ്യന്മാർ എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാലുടൻ യുഗാന്ത്യം സംഭവിക്കുമെന്നതിനർത്ഥമില്ല. അത് ദൈവം താൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് നടപ്പിൽ വരുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസത്തെ പ്രതി വിചാരണ ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക സഹായം ലഭിക്കുമെന്ന വാഗ്ദാനം പ്രസ്തുത സാഹചര്യത്തിലുണ്ടായേക്കാവുന്ന അനാവശ്യമായ ആകുലതകളെ അകറ്റുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ആകുലതകൾ ഉണ്ടാകും. അപ്പോൾ അത് ദൈവം നമുക്ക് അതിനുള്ള ശക്തി തരുമെന്ന് പറയാണ്. 13:12-13 പറയുന്നു,
കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഒറ്റുകൊടുക്കലുകൾ പോലും ചിലപ്പോൾ ശിഷ്യന്മാർക്ക് അനുഭവിക്കേണ്ടി വരും. മിക്ക പ്രവാചക പുസ്തകം 7:2-6, ലൂക്ക 12:51-53. ഇനി അതായത് നമ്മുടെ സ്വന്തക്കാരിൽ നിന്ന് പോലും നമുക്ക് ചിലപ്പോ ഒറ്റിക്കൊടുക്കലുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് അത്ര എളുപ്പമുള്ള കേസല്ല. കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോഴുണ്ടാകുന്ന വേദന. പീഡനം അധികാരികളിൽ നിന്നും മാത്രമല്ല കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകും. തങ്ങളുടെ സാക്ഷ്യത്തിന്റെ പേരില് എല്ലാവരും ശിഷ്യന്മാരെ വെറുക്കും. ഇപ്പോ നമ്മുടെ അധികാരികളിൽ നിന്ന് പീഡനം ഉണ്ടാകുന്നു, അതും വേദനയാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു, അതും വേദനയാണ്. പിന്നെ നമ്മള് യേശുവിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ എല്ലാവരും നമ്മളെ വെറുക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവന് രക്ഷ പ്രാപിക്കും. പീഡനത്തിന്റെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ മരണം വരെ പിടിച്ചു നിൽക്കുന്നവൻ മരണത്തിലൂടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും. അതായത് പീഡനത്തിന്റെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവന് എന്തായാലും പീഡനത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. മരണം വരെ പിടിച്ചു നിൽക്കുന്നവന് മരണത്തിലൂടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയണം. ഇനി അടുത്തതായിട്ട് പറയണ ഭീകര ദുരിതങ്ങൾ ഉണ്ടായിരിക്കും. 14:23 യുഗാന്ത്യ ആഗമനത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം ഇപ്പോൾ യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് യേശു പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെയാണ് യുഗാന്ത്യത്തിന്റെ ആരംഭത്തില് സംഭവിക്കാനിരിക്കുന്നത്? അതായത് 13:14 യുഗാന്ത്യത്തിന്റെ യഥാർത്ഥ അടയാളം വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടലാണ്. ദാനിയേല് 9:27, 11:33, 12:11, മത്തായിയുടെ സുവിശേഷം 24:15. ആത്യന്തികമായിട്ട് ഇത് അന്തിക്രിസ്തുവിനെ ആയിരിക്കും ചിലപ്പോ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചില അശുദ്ധ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ് കണക്ഷൻ. സിറിയൻ രാജാവായ അന്തിയോക്കോസ് എപ്പിഫാനസ് ജെറുസലേം ദേവാലയത്തിൽ സേവൂസ് ദേവനു വേണ്ടി ബലിപീഠം പണിത് അവിടെ പന്നി മാംസം അർപ്പിച്ചത് മുൻകാലത്ത് സംഭവിച്ച അശുദ്ധ ലക്ഷണമായിരുന്നു. പഴയ നിയമകാലത്ത് അത് സംഭവിച്ച ഒരു അശുദ്ധ ലക്ഷണമാണ്. ദേവന് വേണ്ടി ബലിയർപ്പിച്ചിട്ട് ആ പന്നി മാംസം അവിടെ ഭക്ഷിച്ചു എന്നുള്ളത്. 1 മക്കബായര്, അതായത് ജെറുസലേം ദേവാലയത്തിലാണ് ഈ ഒരു ദേവന് വേണ്ടിയിട്ട്, സേവൂസ് ദേവന് വേണ്ടിയിട്ട് ബലിപീഠം പണിതു. പിന്നെ അവിടെ പന്നി മാംസം, അത് യഹൂദർക്ക് നിശ്ചിതമായിരുന്നു. മക്കബായരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകം 1 മുതൽ 41 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. 13, 15, 18 വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം ജനങ്ങളുടെ ഉടനടിയുള്ള പലായനം നിർബന്ധിക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ അശുദ്ധ ലക്ഷണം ഉണ്ടാകുമ്പോൾ ജനങ്ങള് അവിടെ നിന്ന് പെട്ടെന്ന് പോണമെന്ന് പറയാണ്. ശൈത്യകാലം ഫലമില്ലാത്ത കാലമാണ്. സാപത്ത് പ്രവർത്തന രഹിതവുമായ ഒരു സമയമാണ്. അതാണ് ശൈത്യകാലത്തിന്റെയും സാപത്തിന്റെയും ഒരു കാര്യം നമ്മൾ ഈ ഭാഗത്തിൽ കാണുന്നത്. 13:19 ജെറുസലേമിന്റെ നാശത്തിൽ മാത്രം ഒതുങ്ങാത്ത കഷ്ടതകളായിരിക്കും യുഗാന്ത്യത്തിന്റെ ലക്ഷ്യത്തിൽ സംഭവിക്കുക. ജെറുസലേമിന്റെ നാശത്തിൽ മാത്രം ഒതുങ്ങാത്ത കഷ്ടതകള് 13:20 കാണുന്നു. വിശ്വാസികളോടുള്ള ദൈവത്തിന്റെ കരുതലും സ്നേഹവും ദുരിത കാലഘട്ടം ചുരുക്കുന്നതിൽ പ്രകടമാണ്. വിശ്വാസികളോടുള്ള ദൈവത്തിന്റെ, അതുകൊണ്ടാണ് അത് കാലഘട്ടത്തെ കുറിച്ച് അവിടെ ഒരു പ്രതിപാദനം വരുന്നുണ്ട് 13:20. അതായത് ദൈവത്തിന് നമ്മളോട് സ്നേഹവും കരുതലും ഉണ്ട്. അപ്പോ ഈ ദുരിത കാലഘട്ടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറയ്ക്കുമെന്ന് പറയാണ്. പക്ഷെ നമ്മളെപ്പോഴും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയാൽ മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ. 13:21, 23 പറയുന്നു, വ്യാജ മിശിഹാമാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് യേശു ആവർത്തിക്കുന്നത് 5:6 പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ അത്രമാത്രം അപകടകാരികളാണ്. ഈ വ്യാജ മിശിഹാമാര് അത്രമാത്രം അപകടകാരികളാണ്. പലപ്പോഴും അവര് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കാനായിട്ട് പലപ്പോഴും സാധ്യതയുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും ഇത് വ്യക്തമായി പറയുന്നു. വിശ്വാസികളെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ജാഗ്രതയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വഴിതെറ്റിക്കപ്പെടും. അപ്പോ നന്മയുടെ രൂപത്തിലായിരിക്കും പലപ്പോഴും ഇതെല്ലാം വരിക. പക്ഷെ നമ്മള് വിവേകവും ജാഗരൂകതയും ഉണ്ടായിരിക്കണം എന്നിവിടെ പറയുന്നു. ഭീകര ദുരിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും 14 മുതലുള്ള വാക്യങ്ങളിൽ യുഗാന്ത്യ ആഗമനാരംഭത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം ഇപ്പോൾ യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങള്
യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് യുഗാന്ത്യത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ആദ്യ അടയാളങ്ങൾ പറഞ്ഞു, പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാണ്. 13:14 പറയാണ്, യുഗാന്ത്യത്തിന്റെ യഥാർത്ഥ അടയാളം വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്. ദാനിയേല് 9:27, 13, 31, 12 അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ഇത് കാണുന്നു. ആത്യന്തികമായിട്ട് ഇത് അന്തിക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. സിറിയൻ രാജാവായ അന്തിയോക്കോസ് എപ്പിഫാനസ് ജെറുസലേം ദേവാലയത്തിൽ സേവൂസ് ദേവന് വേണ്ടി ബലിപീഠം പണിത് അവിടെ പന്നിമാസം, നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇനി അതിന്റെ മനുഷ്യത്തിന്റെ ആഗമനത്തെ കുറിച്ച്, രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് വീണ്ടും ഇവിടെ പറയുമ്പോൾ ഭീകരമായ ദുരിതങ്ങൾക്കൊടുവിലായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ഭീകരമായ ദുരിതങ്ങൾ ഉണ്ടായിരിക്കും. 24, 25 ഇപ്പൊ നമ്മുടെ അവിടെ പ്രകൃതികൾ നമ്മൾ ശ്രദ്ധിക്കും, പലപ്പോഴും നമ്മുടെ വായിൽ തന്നെ പറയുന്നുണ്ട് ഇത് ലോകം അവസാനിക്കാറായ രണ്ടാമത്തെ വരവാണെന്നൊക്കെ. അപ്പൊ അത് ദൈവത്തിന് മാത്രമേ സംഭവിക്കാന്ന് അറിയുള്ളൂ. അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരണം വെളിപ്പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പഴയ നിയമത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏശയ്യ 13:10, 24, 23, 34, എസെക്കിയേൽ 32:7, ജോയൽ 2:10, ആമോസ് 8:9 ഇവിടെയെല്ലാം ഇതിന്റെ ഒരു വിവരണം കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ എല്ലാ മാസത്തിലെയും ചന്ദ്രഗ്രഹണത്തിലെ ഭൂമി ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയ്ക്ക് വരുന്നത് മൂലം ചന്ദ്രൻ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു. ചന്ദ്രഗ്രഹണത്തിലെ ഭൂമി ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയ്ക്ക് വരുന്നത് മൂലം ചന്ദ്രൻ നമ്മുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷനാകുന്ന പോലെ സ്വർഗീയ പ്രകാശത്തിന്റെ പാതയില് ശരീരത്തിന്റെ തിന്മകൾ ഉയർന്നു വരുന്നത് മൂലം നീതി സൂര്യനായ ഈശോയിൽ നിന്നുള്ള സ്വർഗീയ പ്രകാശം സ്വീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. സ്വർഗീയ പ്രകാശത്തിന്റെ പാതയില് ശരീരത്തിന്റെ തിന്മകള് നമ്മളിൽ വരുമ്പോൾ ഈശോയിൽ നിന്നുള്ള സ്വർഗീയ പ്രകാശം സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നു. 13:26 മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചുള്ള വിവരണത്തിന് ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ മനുഷ്യപുത്രന്റെ ആഗമനവുമായി അടുത്ത ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യപുത്രത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള വിവരണത്തിന് ദാനിയേൽ പ്രവാചകന്റെ മനുഷ്യപുത്രത്തിലെ ആഗമനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ആ വിവരണവുമായിട്ട് ദാനിയേൽ 7:13, നിയമാവർത്തനം 30:4, സംഖ്യ 2:6 ഇത് കാണാനായിട്ട് സാധിക്കും. മഹത്വവും വിജയവുമാണ് ഈ വരവിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ മനുഷ്യപുത്രന്റെ മഹത്വപൂർണമായ ആഗമനത്തില് രണ്ടാമത്തെ വരവില് മഹത്വം ഉണ്ടായിരിക്കും, വിജയം ഉണ്ടായിരിക്കും. ആദ്യത്തെ വരവിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ യേശുവിടെ സഹനദാസനായിട്ടല്ല വരുന്നത്, മഹത്വീകൃതനായ മിശിഹായിട്ടാണ് ഈശോയുടെ രണ്ടാമത് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 13:27 നാം വായിക്കുകയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവര് ഒരുമിച്ച് കൂട്ടും. ജീവിക്കുന്നവരെ മാത്രമല്ല ഇവിടെ ഒരുമിച്ച് കൂട്ടുക, അവിടെ അതായത് മരിച്ചവരുടെ പുനരുത്ഥാനവും ഇവിടെ സംഭവിക്കുമെന്ന് പറയാനാണ്. നാനാദിക്കുകളിൽ നിന്നും എന്ന് പറഞ്ഞാല് ലോകം മുഴുവനിൽ നിന്നുമാണ് അർത്ഥം. അതായത് ലോകം മുഴുവനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയാണ്. 13:28, 29 പറയുന്നു, അത്തിമരത്തിന്റെ ഉപമയിൽ നിന്നും പഠിക്കാൻ പറയുന്നുണ്ട്. സുവിശേഷത്തിലെ ഒലിവുമലയിലെ 3 സുവിശേഷങ്ങളിലെ ഈ ഇത് കാണാനായിട്ട് സാധിക്കും. ഒലിവുമലയിലെ പ്രസംഗങ്ങളിൽ ഈ അത്തിമരത്തിന്റെ ഉപമയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂക്ഷ്മദൃക്കുകളായ വ്യക്തികൾക്ക് യുഗാന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഈ ഉപമയുടെ അർത്ഥം. അതിന്റെ പഴങ്ങൾ പറിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന കാലമായതിനാൽ ലോകാവസാനത്തിന്റെ പ്രതീകമായിട്ടും ഇത് നിലകൊള്ളുകയാണ്. അപ്പൊ നമുക്ക് നല്ല വിവേകം ഉണ്ടായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ലക്ഷണം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം നമുക്ക് വിശ്വാസവും ഉണ്ടായിരിക്കണം. 13:30 പറയുന്നു, യുഗാന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ യേശു ശിഷ്യരിൽ തന്നെ ആരംഭിക്കുമെന്ന്. അതായത് ചിലപ്പോ നമുക്ക് അങ്ങനെ ഒരു അർത്ഥം നമുക്ക് തോന്നും. അതായത് ഇവര് യുഗാന്ത്യത്തിലെ നിർണായക സംഭവങ്ങളായ യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ ദർശിച്ചു. അപ്പൊ ഇനി അത് അപ്പൊ തന്നെ സംഭവിക്കും, ലോകാവസാനം അപ്പൊ തന്നെ സംഭവിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിൽ വരികയാണ്. 13:31 ആകാശവും ഭൂമിയും എന്നൊരു പ്രയോഗം കാണാനായിട്ട് സാധിക്കും. അതായത് സർവ സൃഷ്ടികളും കടന്നു പോകും, പ്രപഞ്ചം കടന്നു പോകും, എന്നാൽ യേശുവിന്റെ വചനം എന്നും നിലനിൽക്കും. അതിനാർക്കും മാറ്റം സംഭവിക്കില്ല. യേശുവിന്റെ വാക്കുകളുടെ അലംഘനീയത അവിടുത്തെ
ദൈവത്വത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇത് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്നാണ് യേശുവിന്റെ വചനം. അതുകൊണ്ടാണ് ഈ വചനം പഠിക്കുന്നതും വചനം എഴുതുമ്പോഴെല്ലാം ഇത്രയും എന്താണ് പ്രാധാന്യമുള്ളത്. അതില് ദൈവത്തിന്റെ ആത്മാവ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് നമ്മൾ കാണുന്നത് യൂദാസിന്റെ വഞ്ചനയെ കുറിച്ചാണ്. 14:10-11 നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് യൂദാസ് യേശുവിന് ഒറ്റുകൊടുത്തത് എന്നതിനെ ഒരു പരോക്ഷമായ സൂചനകൾ സുവിശേഷത്തിലുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് അത്യാഗ്രഹം മൂലമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് സാത്താൻ കാരണമെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു സാത്താനും ദ്രവ്യാഗ്രഹവും മൂലമാണ്. ആ ഒരു ഇതിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണമാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്നുള്ളത്. എന്നാൽ ഈ മർക്കോസിന്റെ സുവിശേഷത്തില് അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അടയാളം എന്തുകൊണ്ടാണ് ലക്ഷ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയില്ല. യേശുവിനെ ഒറ്റാം എന്ന യൂദാസിന്റെ വാഗ്ദാനമാണ് നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ ഉടനെ തന്നെ കൊല്ലുന്നതിനുള്ള കരുക്കൾ നീക്കാൻ പ്രധാന പുരോഹിതന്മാരെ പ്രേരിപ്പിച്ചത്. അപ്പോ യൂദാസ് പറ്റി അവരോട് പറഞ്ഞു ഞാൻ യേശുവിനെ ഒറ്റുകൊടുക്കും എന്നുള്ള ഒരു ഇത് അവരോട് പോയി പറഞ്ഞപ്പോൾ എന്നാൽ അപ്പൊ അതുകൊണ്ട് തന്നെ യേശുവിനെ കൊല്ലുന്നതിനുള്ള കരുക്കൾ വേഗം അവർ നീക്കി. സ്വന്തം ശിഷ്യനായ യൂദാസ് തന്നെ ഗുരുവിനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ജനക്കൂട്ടത്തിന്റെ രോക്ഷത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർക്ക് കരുതി. അപ്പൊ യൂദാസ് തന്നെ അവരെ ഒറ്റുകൊടുത്താല് പിന്നെ യേശുവിന്റെ മരണത്തിന് അവർക്ക് പങ്കില്ലാത്ത പോലെ, അതായത് ജനക്കൂട്ടം ഇവർക്കെതിരായി തിരിയുക എന്നുള്ളതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമെന്ന് കരുതി. നിസ്സാര തുകയ്ക്ക് യേശുവിനെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന ശിഷ്യൻ വലിയ തുക യേശുവിന് വേണ്ടി ചെലവഴിച്ച ബഥാനിയയിലെ സ്ത്രീയും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരിക്കൽ കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇതിന്റെ മുന്നായിട്ട് നമ്മള് ബഥാനിയയിലെ തൈലാഭിഷേകം അവിടെ കാണാം മർക്കൂസിന്റെ സുവിശേഷത്തില്. അത് ഒരു നാർദീൻ സുഗന്ധ തൈലം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വെൺകൽഭരണി നിറയെ നാർദീൻ സുഗന്ധ തൈലവുമായിട്ട് യേശുവിന്റെ ശിരസിലാണ് അവൾ ഒഴിക്കുന്നത്. അപ്പൊ യേശു പറയുന്നുണ്ട് സുവിശേഷം എവിടേക്ക് പോകുന്നുണ്ട് അവിടെയെല്ലാം അവൾ ചെയ്ത കാര്യം അറിയും. പിന്നെ 300 ധനാറയ്ക്ക് വിറ്റ് കൊടുത്തുകൂടെ നിൽക്കരുത്. അപ്പൊ അത്രമാത്രം വിലപിടിപ്പുള്ള ഒരു സുഗന്ധ തൈലം അവള് യേശുവിന്റെ ശിരസിൽ പൂശി. ഇപ്പൊ നമ്മള് ഇന്ത്യക്കാരാണ്, നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ എവിടെ നിന്നുള്ള ഒരു തൈലമാണ് അത് എന്ന് പറയുന്നത്. അതായത് തൃശ്ശൂർ സൈഡിലേക്കും പറയും ലാങ്കി എന്നുള്ളത് ഒരു സംഭവം, അതിന്റെ ഒരു തൈലമാണെന്ന് പറയുന്നത്. അപ്പൊ ബൈബിൾ കമന്ററീസിൽ അത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആകാനാണ് സാധ്യത, ഇന്ത്യയിൽ നിന്നായിരിക്കും ഈ തൈലം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ലാങ്കി പൂ കാണുമ്പോൾ നമ്മൾ ഓർക്കണം യേശുവിന്റെ ശിരസില് പൂശിയ ഒരു തൈലം, അത്രയും പരിമളം ഇതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഇനി യേശുവിടെ പെസഹ ആചരിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു. 14:12-21 പെസഹ തിരുനാൾ ദിനവും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ദിനവും ഒരുമിച്ച് വരുന്ന ദിവസത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എന്നാണ് യഹൂദർ വിളിച്ചിരുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നു ഈ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. നീസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് ബലിയർപ്പിച്ച പെസഹ കുഞ്ഞാടിനെ സൂര്യാസ്തമയത്തിനും അർദ്ധരാത്രിക്കും ഇടയിലാണ് ഭക്ഷിച്ചിരുന്നത്. അപ്പൊ നീസാൻ മാസം 14-ാം തീയതിയാണ് ഈ തിരുനാൾ വരുന്നത്. അന്ന് ഉച്ച കഴിഞ്ഞ് ബലിയർപ്പിച്ച പെസഹ കുഞ്ഞാടിനെ സൂര്യാസ്തമയത്തിനും രാത്രിക്കും ഇടയിലാണ്. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു സന്ധ്യ നേരത്ത് എന്ന് വേണം ഊഹിക്കാനായിട്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം സൂര്യാസ്തമയത്തോടെ പുതിയ ദിവസം ആരംഭിക്കുന്നതിനാൽ നീസാൻ മാസം 15-ാം തീയതിയാണ് ഈ പെസഹ ഭക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യാസ്തമയത്തോടെ പുതിയ ദിവസം ആരംഭിക്കും. ഇപ്പൊ നമ്മൾ ലിറ്റർജിയിലൊക്കെയും അങ്ങനെയാണ്. നമ്മള് വെള്ളിയാഴ്ച ആണെങ്കിലും അതിന്റെ പ്രാർത്ഥനകൾ നമ്മൾ വ്യാഴാഴ്ച ചെല്ലും. അപ്പൊ അങ്ങനെ ഒരു ലിറ്റർജിക്കൽ യാമ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ്, അതായത് 6 മണിയോടുകൂടി അടുത്ത ദിവസമാകും. ഓക്കെ, അപ്പൊ അതന്നെയാണ് ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മളത് ഉൾക്കൊണ്ടിരിക്കുന്നത്. സൂര്യാസ്തമയത്തോടെ പുതിയ ദിവസം ആരംഭിക്കുന്നതിനാല് നിസാൻ മാസം 15-ാം തീയതി അവർ ഭക്ഷണം കഴിച്ചിരുന്നു. പെസഹ ഭക്ഷണം ജെറുസലേം നഗരാർത്ഥിക്കുള്ളിൽ തന്നെ കഴിക്കും. അപ്പൊ നഗരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് കഴിക്കണം എന്നുള്ളൊരു നിയമം അവർക്കുണ്ട്. നിയമാവർത്തനം 16:5 നമ്മളത് കാണുന്നു. അതുകൊണ്ടാണ് ജെറുസലേമിലെ കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് വെച്ച് ഭക്ഷണം ഒരുക്കേണ്ടതെന്ന് ശിഷ്യന്മാരെ യേശുവിനോട് പോയി ചോദിക്കേണ്ടത്. കാരണം നഗരത്തിന്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കണം.
അപ്പൊ യേശുവിനോട് അവർ പോയി ചോദിക്കുന്നത്, ഗുരു എവിടെയാണ് നമുക്ക് ഈ പെസഹ ഭക്ഷണം ഒരുക്കേണ്ടത് എന്നുള്ളത്. സമാന്തര സുവിശേഷകർ യേശുവിന്റെ അന്ത്യ അത്താഴത്തെ പെസഹ ഭക്ഷണമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഈ പെസഹ ഭക്ഷണത്തിന്റെ പശ്ചാത്തലത്തില് ഈശോ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. യോഹന്നാൻ സുവിശേഷൻ ഈ പെസഹ ഭക്ഷണത്തിന്റെ പശ്ചാത്തലത്തില് പുതിയ കൽപ്പന നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പുതിയ ഉടമ്പടിയാണ്. മർക്കോസ് വീണ്ടും ഇവിടെ ഒരു സാൻഡ്വിച്ച് ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മളത് കണ്ടുന്നുണ്ട്. ജായറൂസിന്റെ മകളെ സുഖപ്പെടുത്തുന്ന ഒരു സാൻഡ്വിച്ച് ടെക്നിക്ക്. ഇവിടെ വീണ്ടും ഒരു സാൻഡ്വിച്ച് ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. അന്ത്യ അത്താഴ സമയത്ത് യേശു പറയുന്നതും ചെയ്യുന്നതുമെല്ലാം യൂദാസിന്റെ വഞ്ചനയുടെയും പത്രോസിന്റെ തള്ളിപ്പറയലിന്റെയും ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് യൂദാസിന്റെ വഞ്ചന 14, 17, 21. മറുവശത്ത് പത്രോസിന്റെ തള്ളിപ്പറയല്. അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഈ പുതിയ ഉടമ്പടി വെച്ചിരിക്കുന്നത്. ശിഷ്യന്മാരുടെ സ്വാർത്ഥതയുടെയും അവിശ്വസ്തതയുടെയും നടുവിൽ നിന്നുകൊണ്ട് യേശു തന്റെ ആത്മത്യാഗം നിർവഹിക്കുന്നതാണ് ഇവിടെ മർക്കോസ് വ്യക്തമാക്കുന്നത്. അപ്പോ ശിഷ്യന്മാര്, നമുക്കറിയാലോ യൂദാസിന്റെ വഞ്ചന യേശുവിന് വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പത്രോസിന്റെ തള്ളിപ്പറയല്, പിന്നീട് അദ്ദേഹം പശ്ചാത്തപിച്ചു. അപ്പൊ അതും 3 വർഷം കൂടെ കൊണ്ടു നടന്നവരാണ്. അപ്പൊ അത് ആ ഒരു വേദനയിലെ സ്വാർത്ഥതയുടെയും അവിശ്വസ്തയുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് യേശു തന്റെ ആത്മത്യാഗം ഇവിടെ നിർവഹിക്കുന്നത്. 14:22 കാണുന്നു, യഹൂദന്മാർ പെസഹ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം യേശു ഉപയോഗിച്ച് ആശീർവദിച്ച് എന്നത് ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തി എന്നർത്ഥം. 14:22 പെസഹ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പം, അതായിരിക്കും യേശു തന്റെ അന്ത്യത്താഴത്തില് ആശീർവദിച്ച് ദൈവത്തെ സ്തുതിച്ചത്. ഭക്ഷണത്തിന് ദൈവത്തിന് നന്ദി പറയുകയും സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്ന യഹൂദ രീതിയാണ് ഇവിടെ യേശു അനുവർത്തിച്ചത്. അത് അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രാക്ടീസാണ്. അത് യേശു ഇവിടെ അന്ത്യത്താഴ സമയത്ത് ചെയ്തു. അപ്പം ശിഷ്യന്മാർക്കും നൽകുന്നത് വഴി അവിടുന്ന് തന്നെ ശിഷ്യന്മാർക്ക് പങ്കുവെക്കുകയാണ്. ഇതെന്റെ ശരീരമാണെന്ന യേശുവിന്റെ പ്രഖ്യാപനം ഈ അർത്ഥത്തിൽ വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. യേശു ശിഷ്യന്മാർക്ക് തന്നെ പങ്കുവെക്കുകയാണ്. 14:23 ഉടമ്പടിയുടെ രക്തം എന്ന പ്രയോഗം പുറപ്പാട് 24:8 കാണുന്നു. അവിടെ മോശ സീനായ് മലയുടെ അടിവാരത്തിൽ ബലിമൃഗങ്ങളുടെ രക്തം ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് ദൈവവും ഇസ്രായേലുമായുള്ള ഉടമ്പടി മുദ്രവെക്കുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, മോശ സീനായ് മലയുടെ അടിവാരത്തില് ബലിമൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി മുദ്രവെക്കുന്നത്. എന്നാൽ ഇവിടെ ജെറമിയ വാഗ്ദാനം ചെയ്ത പുതിയ ഉടമ്പടി ജെറമിയ 31, 31, 34 യേശു തന്റെ സ്വന്തം രക്തത്താൽ മുദ്രവെക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി യേശു മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു മിത്തല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യേശുവിന്റെ രക്തം അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു എന്നത് ഏശയ്യ 53:12 ബന്ധിപ്പിക്കുന്നു. യേശുവിന്റെ മരണത്തെ നമുക്ക് ബലിയർപ്പണമായിട്ട് അവതരിപ്പിക്കാം. പുറപ്പാട് 24:8 ഏശയ്യ 51:12 യേശുവിന്റെ മരണത്തെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബലിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹെല്ലോൺ എന്ന ഗ്രീക്കുമാണ് അതിനർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത്. അനേകർക്ക് എന്ന് പറയുമ്പോഴും, അതായത് മനുഷ്യരിൽ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യവർഗം മുഴുവന് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് വ്യക്തമാണ്. ഇനി 14:25 നമ്മൾ കാണുന്നു, മുന്തിരിയുടെ ഫലം എന്നത് വിരുന്നിനിടയിൽ പാനം ചെയ്യുന്ന വീഞ്ഞിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മിശിഹായുടെ ഈ രണ്ടാമത്തെ വരവില് അതിനൂടെ പരാമർശിക്കുന്നത്. ഏശയ്യ 25:6-8, 55:1-2 കാണാം. യേശുവിന്റെ അന്ത്യത്താഴം ഈ ഈശോയുടെ ഒരു രണ്ടാമത്തെ വരവില് മഹത്വീകൃതനായിട്ട് വരുന്നതിന്റെ ഒരു മുന്നോടിയാണ്. അതായത് യേശുവിന്റെ മരണം അവിടെ അവസാനിക്കുന്നില്ല. യേശു മനുഷ്യവംശത്തോടുള്ള തന്റെ പരമമായ സ്നേഹത്തിന്റെ അടയാളമായി തന്നെ മനുഷ്യർക്ക് മുറിച്ചു നൽകിയത് അവരിൽ നിന്ന് കൂടുതൽ അതായത് സ്നേഹമാവോളം ആസ്വദിച്ചതിന്റെ ഒരു നിർവൃത്തിയിൽ നിന്നുമല്ല, മനുഷ്യന്റെ കണ്ണിൽ ചോരയില്ലാത്ത സ്വാർത്ഥതയുടെയും നന്ദികേടിന്റെയും അവിശ്വസ്തതയുടെയൊക്കെ നീറ്റിൽ അനുഭവിച്ചുകൊണ്ടാണ് യേശു തന്നെ മുറിച്ചു നൽകിയത്. നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാർ കൊടുത്തു, അധികാരികളൊന്നും മനസ്സിലാക്കുന്നില്ല. ആ ഒരു കണ്ണിൽ ചോരയില്ലാതെ ഒരു പെരുമാറി, സ്വാർത്ഥതയുടെ പെരുമാറി, നന്ദികേടോടുകൂടി പെരുമാറി, അവിശ്വസ്തയോടുകൂടി പെരുമാറി, അതിൽ നിന്നാണ് യേശു സ്വയം മറ്റുള്ളവർക്കായിട്ട് നൽകിയത്.
മനുഷ്യർ തന്നോട് കാട്ടുന്ന കഠോരത മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യർക്കായി അവിടുന്ന് തന്നെ സമർപ്പിക്കുന്നു. യേശു ഇനിയും ഒരുപാട് പേര് ഇനിയും യേശുവിനെ മനസ്സിലാക്കാതെയും യേശുവിനെതിരായി ജീവിക്കും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യേശു മനുഷ്യർക്ക് സ്വയം സമർപ്പിച്ചത്. സ്നേഹിക്കാൻ തീരുമാനിക്കുന്നവന് മറ്റുള്ളവർ തന്നോട് എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാനിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. അങ്ങനെ നോക്കിയാൽ ഒരിക്കലും ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റിയില്ല. ഒറ്റുകൊടുക്കുന്നവർക്കും ഒറ്റപ്പെടുത്തുന്നവർക്കും ഇടയിലുള്ള ഒരു സ്നേഹ സമർപ്പണമാണ് രക്ഷാകരമായ ക്രൈസ്തവ ജീവിതം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നോക്കിയാല് അവര് നമ്മളോട് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. അല്ലാതെ തന്നെ അങ്ങനെ നോക്കിയാൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവരെ ഒറ്റ കൊടുത്തുന്നിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കണം. അതാണ് രക്ഷാകരമായ ക്രൈസ്തവ ജീവിതം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഈ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതവും ബലിയർപ്പണത്തിന്റെ ജീവിതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും കൂടെ ഈശോയെ അനുഗമിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ആത്മാവിനാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.